ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും ആ ലോറിക്കാരനും ചേർന്ന് നെല്ലിശ്ശേരിയിലുള്ള എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആ കൂട്ടത്തിൽ അവന്തികയും ഉണ്ടായിരുന്നു. തുടർന്ന് അവന്തിക തൻ്റെ ഫോൺ എടുത്ത് അജയനെ വിളിക്കുകയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവന്തിക പറയുകയാണ്, അജയ, ആരും ഹോസ്പിറ്റലിൽ എത്താൻ പാടില്ല. നീയും നിന്റെ ആൾക്കാരും റോഡിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ അജയന്റെ ആൾക്കാർ തീപ്പന്തവുമായി ചെന്ന് ലോറി തടഞ്ഞു നിർത്തുകയാണ്. അതേസമയം ഇത് കാണുന്ന അവന്തികയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ അജയനെയും കൂട്ടരെയും എല്ലാം അടിച്ചു വീഴ്ത്തി ആ ലോറിക്കാരൻ അർച്ചനയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിര അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ചേച്ചി, നിങ്ങളെല്ലാവരും എവിടെയാ? ഞാൻ എല്ലാവരെയും നോക്കി, ആരും ഇവിടെ ഇല്ലല്ലോ. അതുമോളെ, എല്ലാവരും കഴിച്ച കേക്കില് വിഷമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഐസിയുവിന്റെ മുന്നിൽ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അർച്ചനയെയാണ്. തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി പറയുകയാണ്, ഫുഡ് പോയ്സൺ ആണ്. സ്കാൻ ചെയ്താലേ കൂടുതലായി എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ആരുടെ കാര്യത്തിലും ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ അർച്ചനയോട് ചോദിക്കുകയാണ്, അല്ല, കൂടെ ആണുങ്ങളാരുമില്ലേ? ഇത് കേൾക്കുന്ന ലോറിക്കാരൻ പറയുകയാണ്, ഞാനുണ്ട്. തുടർന്ന് ഡോക്ടർ അയാളെ മാറ്റി നിർത്തി പറയുകയാണ്, നിങ്ങൾ അവരുടെ ആരാ? സഹോദരനാണെന്ന് അയാൾ പറയുന്നു. കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരുടെയും നില ഗുരുതരമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ടല്ലോ, അദ്ദേഹവും പിന്നെ 2-3 പേരും രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. ഞങ്ങളെ കൊണ്ട് ആവുന്നത്രയും ഞങ്ങൾ ശ്രമിക്കാം. 10% പോലും സാധ്യത പറയാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം സാവധാനം നിങ്ങൾ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ശരി ഡോക്ടർ എന്ന് അയാൾ പറയുമ്പോൾ ഡോക്ടർ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് അയാൾ അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, എന്താ അയാൾ എന്താ പറഞ്ഞത്? അതൊന്നുമില്ല, എല്ലാവരുടെയും കാര്യം രാവിലെ മാത്രമേ പറയാൻ സാധിക്കൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കപ്പുറം മറ്റൊരു മരുന്നില്ല. താനൊരു കാര്യം ചെയ്, ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്ക്. എന്താണെങ്കിലും തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. തുടർന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന അർച്ചന അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഈ തിരുസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നതിൻ്റെ കാരണം നിനക്കറിയാലോ. എൻ്റെ ഈ പ്രാർത്ഥന കേട്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോകുന്ന എൻ്റെ ജീവനായിരിക്കും. അവർക്ക് ഒരാപത്തും വരാതെ അവരെ പഴയ സ്ഥിതിയിൽ തന്നെ എനിക്ക് തിരിച്ചു തരണേയെന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും അനഘയുമാണ്. അനഘ പറയുകയാണ്, ദേ അപ്പുറത്ത് നെല്ലിശ്ശേരിയിലെ എല്ലാ എണ്ണവും ജീവനോടെ കിടപ്പുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കാർക്കും ഒന്നും പറ്റിയതുപോലും ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഈശ്വരൻ ചില്ലറ ആയുസൊന്നുമല്ല സേതുമാധവനും മക്കൾക്കും നൽകിയിരിക്കുന്നത്. എൻ്റെ ചേച്ചി, ഈശ്വരനല്ല, അർച്ചനയാണ് അവർക്കിപ്പോൾ ജീവനും ജീവിതവുമൊക്കെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച അർച്ചനയ്ക്ക് ഇനി അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് ഒരു കാര്യവുമില്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നെല്ലിശ്ശേരിക്കാരുടെ മനസ്സമാധാനം എങ്ങനെ കെടുത്താമെന്നാ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അനഘ ചോദിക്കുമ്പോൾ ഞാനെല്ലാം നിനക്ക് വഴിയെ പറഞ്ഞു തരാമെന്ന് അവന്തിക പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പോലീസുകാർ വരുന്നതാണ്. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന അവരോട് പറയുകയാണ്. ആ വീട്ടിൽ CCTV ഉള്ളതല്ലേ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അതേന്ന് അർച്ചന പറയുന്നു. ഇവിടെ വെച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരും ഭേദമായതിനു ശേഷം സ്റ്റേഷനിൽ വന്ന് മൊഴി തരണം. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തായി ഡോക്ടർ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, മിറാക്കിൾ എന്ന് തന്നെ പറയാം, ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. കേൾക്കുന്ന അർച്ചനയ്ക്ക് സമാധാനവും സന്തോഷവും ആവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.